വൃത്തിയായിട്ട് സ്മെല്ല്. വണ്ടി എടുത്തിട്ടില്ല, അതാണ് ആലോചിക്കണം. തന്നെ അതിൽ അഴുക്കാണ്. ആ ഒരു ബാത്റൂമിൽ പോയിട്ട് അഴുക്ക് അവിടെ വേസ്റ്റ് കിടപ്പുണ്ട്. പൊതിച്ചോറ് കഴിക്കാം, നല്ല മീൻ വറുത്തതും മോരും ചമ്മന്തി തോരനും ഒക്കെ ആയിട്ടുള്ള ഒരു പൊതിച്ചോറ്. ഞാൻ ഉണ്ടാക്കിയിട്ട് പറയാം. സ്പീഡിലാണ് പോകുന്നത്. നല്ല രസമല്ലേ. നമ്മളിപ്പോൾ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. നമ്മൾ ഇന്ന് ഇവിടുന്ന് എറണാകുളത്തു നിന്ന് കാട്ട്പാടിക്കാണ് പോകാൻ പോകുന്നത്. അതും ഡെയിലി റണ്ണിങ് ആയ എറണാകുളം ടാറ്റ നഗർ എക്സ്പ്രസ്സിൽ. വണ്ടി നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ 1 ഓൾറെഡി വന്ന് കിടപ്പുണ്ട്. നമുക്ക് കിട്ടിയേക്കുന്നത് S2 ആണ്. S2ൽ 7 ആണ് നമുക്ക് സീറ്റ് കിട്ടിയേക്കുന്നത്. സൈഡ് ലോവറാണ്. ആസ് യൂഷ്വൽ എൻ്റെ ഫേവറേറ്റ് സീറ്റാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. ഇപ്പോൾ ആക്ച്വലി 6:15 കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ നേരത്തെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയേക്കാണ്. 7:15 ഇവിടെ നിന്ന് എടുക്കുന്നത്. ഡെയിലി റണ്ണിങ് ആയിട്ടുള്ള ട്രെയിനാണ് ടാറ്റ നഗർ വരെ പോകുന്നത്. ഈ വണ്ടീനെ പറ്റി ഞാൻ നോക്കാണ്ട് കൂടിയാണ് ഞാൻ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. എന്തായിരിക്കും അവസ്ഥ എന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. ട്രെയിൻ കണ്ടിട്ട് എനിക്ക് ശോകമായിരിക്കും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. കാരണം ഞാൻ ലഗേജ് വെക്കാനായിട്ട് ട്രെയിനിൽ കയറിയപ്പോൾ തന്നെ നല്ല ഒന്നാമത് വൃത്തികെട്ട സ്മെല്ലുണ്ടായിരുന്നു. ക്ലീൻ ആവുമെന്ന് ചോദിച്ചാൽ അത്യാവശ്യം ക്ലീനൊക്കെ ആണ്, പക്ഷേ സ്മെല്ലുണ്ട്. പിന്നെ നോക്കി പിന്നെ പുറമെന്ന് നോക്കി നമ്മുടെ സംഘമിത്രയിൽ കയറി ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതുപോലെ ഇതും പാളിപ്പോയോ എന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. ആക്ച്വലി ഞാൻ ട്രെയിനിൽ കയറി. ഇവിടെ ലൈറ്റൊന്നും ഇല്ല. കുറച്ച് പേരൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ലൈറ്റൊക്കെ എപ്പോൾ വരും എന്നറിയില്ല. ലൈറ്റ് വന്നതിന് ശേഷം നമുക്ക് ട്രെയിനും വാഷ്റൂമും ഒക്കെ കാണാം. അങ്ങനെ അവസാനം നമ്മുടെ കോച്ചിലെ ലൈറ്റ് വന്നേക്കാണ് ഗൈസ്. ഇതാണ് നമ്മളിലാരോ കിടക്കുന്നത് കേട്ടോ. ഇപ്പോഴാ കിടക്കുന്നുണ്ടെന്ന് എന്തോ അല്ലേ. ഇതാണ് നമ്മുടെ കോച്ച്. അത്യാവശ്യം സ്മെല്ലുണ്ട്. ഒരു എന്ത് സ്മെല്ലാന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. ഒരു സ്മെല്ലുണ്ട്, വൃത്തിയിട്ട സ്മെല്ലുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ വാഷ്റൂം പോയി കാണാം. വാഷ്റൂമിൻ്റെ പുറത്ത് വന്നുള്ള ഭയങ്കര സ്മെല്ല്. ഭയങ്കര വൃത്തിയിട്ട സ്മെല്ല്. വണ്ടി എടുത്തിട്ടില്ല, അതാണ് ആലോചിക്കണം. വണ്ടി എടുത്തിട്ടില്ല ഇവിടുന്ന്. വണ്ടി ഇവിടെ വന്ന് കിടക്കുന്നതേ ഉള്ളൂ. അപ്പം തന്നെ അതിൽ അഴുക്കാണ്. ആ ഒരു ബാത്റൂമിൽ പോയിട്ട് അഴുക്ക് അവിടെ വേസ്റ്റ് കിടപ്പുണ്ട്. സ്മെല്ലാണ് ഭയങ്കര മോശം. ഞാൻ എന്തായാലും കംപ്ലൈൻറ്റ് ചെയ്യാണ്. വാഷ്റൂം വൃത്തിയല്ല എന്നുള്ള രീതിയിൽ കംപ്ലൈൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. ആപ്പ് വഴി നോക്കിയപ്പോഴത്തേക്കും വണ്ടി എടുത്തിട്ടില്ലാത്തത് കൊണ്ട് കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞാൻ 139 വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. ആളൊരു ഞാൻ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചു. ഇനിയിപ്പോൾ നോക്കാം എന്താണ് നടക്കാൻ പോകുന്നത്. നമുക്ക് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ആയിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇതുവരെ ആളൊന്നും വന്നിട്ടില്ല. നോക്കാം. പ്ലാറ്റ്ഫോമിൻ്റെ ഇത് വെച്ചിട്ട് നമ്മൾ ഇപ്പോൾ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ 139 വിളിച്ചപ്പോഴത്തേക്കും ഓരോ നോർത്ത് ഇന്ത്യൻ ആളാണ് വിളിച്ചത്. ആൾ വലിയ താല്പര്യം ഒരു ഇതില്ലാതാണ് സംസാരിച്ചത്. പക്ഷേ ഇപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോമിൻ്റെ ഇത് വെച്ച് കംപ്ലൈൻറ്റ് ചെയ്തപ്പോഴത്തേക്കും ഒരു മലയാളി ചേട്ടൻ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിത് ക്ലിപ്പിൽ തന്നെ ക്ലിയർ ചെയ്യാമെന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം. ആളിതുവരെ വന്നിട്ടില്ല. എന്തായാലും ക്ലിയർ ചെയ്യാനായിട്ട് നമുക്ക് എന്തായാലും നോക്കാം. അങ്ങനെ നമ്മുടെ കംപ്ലൈൻറ്റ് ഇതുവരെ മറുപടി വന്നിട്ടില്ല. അവിടെ വൃത്തിയാക്കാൻ ആൾ വന്നിട്ടുണ്ടെന്നുണ്ട്. പുള്ളി ഇവിടെ വന്നിട്ട് ആദ്യം വന്നിട്ട് പുള്ളി ഇറങ്ങി അങ്ങ് പോയി. അപ്പോൾ ഇത് വൃത്തിയാക്കാൻ ആൾ വന്നിട്ടുണ്ട്. ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യന്മാരെന്തേ കാണിക്കുന്നത്? ഇവർക്ക് അറ്റ്ലീസ്റ്റ് വെള്ളം ഒഴിച്ചുകൂടി. ഓക്കെ, നിർത്തിയിട്ടേക്കുന്ന ട്രെയിനിൽ ബാത്റൂമിൽ പോയി. ഓക്കെ, സമ്മതിക്കാം. പക്ഷെ അത് ഫ്ലഷ് ചെയ്യാനുള്ളൊരു മാന്യത കാണിച്ചുകൂടെ? അത് അപ്പുറം ഇട്ടിട്ടൊക്കെ പോവാന്ന് വെച്ചാല് എന്തോ നല്ല മണമുള്ളൊരു ലിക്വിഡാണ് കേട്ടോ കൊണ്ടുവന്നത്. മണം ഇവിടെ വരെ അടിക്കുന്നുണ്ട്. നല്ല മീൻസ് നല്ല മണം തന്നെ. ഇപ്പൊ കണക്ട് ചെയ്ത് വൃത്തിയാക്കാനുള്ള പ്ലാനിങ്ങിലാണെന്ന് തോന്നുന്നു. അതെ അതെ അതെ, കണ്ടോ? അല്ല, വെളിയിൽ വെള്ളം എടുത്തിട്ട് വൃത്തിയാക്കുവാണ്. നേരത്തെ
നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റെയിൽവേയുടെ എല്ലാ ആപ്പുകളും ഒറ്റ ആപ്പിലാക്കിയിട്ട് ഈവൻ ഈ റെയിൽ മദതും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ ഹെൽപ്പ് ലൈനും എല്ലാം കൂടെ റെയിൽ വൺ ആപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതുവഴിയാണ് കംപ്ലയിൻറ്റ് ബുക്ക് ചെയ്തത്. അത് ആക്ച്വലി നല്ലതാണ്. എല്ലാം കൂടെ ഒരു ആപ്പിൽ ഇപ്പോൾ റിസർവേഷൻ ചെയ്യാനാണെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്യാനാണെങ്കിലും എല്ലാം കൂടെ ഒരു ആപ്പ് വരുമ്പോഴത്തേക്ക് അത് നല്ലതാണ്. നമുക്കിനി വണ്ടി എടുക്കാനായിട്ട് വെറും 2 മിനിറ്റും കൂടെ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ തന്നെ 7:13 7:15 ആകുമ്പോൾ നമ്മൾ വണ്ടി എടുക്കും. അതിനുമ്പ് വൃത്തിയാക്കുന്നുണ്ട് നമ്മുടെ ബാത്റൂമിൻ്റെ ഫ്ലഷ് കംപ്ലൈൻറ്റ്. ഇപ്പോൾ കറക്റ്റ് 7:15 ആയിട്ടുണ്ട്. 7:15 ഇനിയിപ്പോൾ ഇവിടുന്ന് വണ്ടി എടുക്കാനായി. എനിക്ക് എന്താണെന്ന് അറിയില്ല, നാണം വരുന്നത് എല്ലാവരും എന്നെ നോക്കുന്നത്. ശോ. അങ്ങനെ നമ്മുടെ വണ്ടി ഫോണടിച്ചേക്കാൻ ഗൈസ്, നമുക്ക് ഇവിടുന്ന് പോകാം. അങ്ങനെ നമ്മുടെ ട്രെയിനിൽ ഇവിടെ നിർത്തിയിട്ടാണ്. നമ്മുടെ വാഷ്റൂമൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. പോയി നോക്കാനുള്ള പ്രാണിയില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് പോയി നോക്കാൻ വലിയ സ്മെല്ല് കാരണമേ. ഒരു മിനിറ്റ്, ഇപ്പോൾ റെയിൽ മന്ത്രാലയത്തിൽ നിന്ന് കോള് വരുന്നുണ്ട്, നമുക്കൊന്ന് സംസാരിക്കാം. ഹലോ, അപ്പോൾ ഒരു പുള്ളി വിളിച്ചിട്ട് റെയിൽ ആപ്പിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു കംപ്ലയിൻറ്റ്? ഓക്കെ, കംപ്ലയിൻറ്റ് ക്ലിയർ ചെയ്തിട്ടുണ്ടെന്ന് ഞാനാണോ പറഞ്ഞത്, പുള്ളിക്ക് അറിയുമോ എനിക്കറിയില്ല. ഞാനാണോ പറഞ്ഞത്, ആൾ വന്നിട്ട് ക്ലിയർ ചെയ്തു എന്ന് പറഞ്ഞു. വന്നാൽ ഞാൻ ആളെ വിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫ്ലഷൊക്കെ വർക്കിംഗ് ആണ്, ഒക്കെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇനി നമ്മുടെ സ്റ്റേഷൻ അടുത്ത സ്റ്റോപ്പ് വരുന്നത് ആലുവയാണ്. ഇതിന് ശേഷം നമ്മുടെ അടുത്ത സ്റ്റോപ്പ് വരുന്നത് ആലുവയാണ്. അതേ ഒരു മെമു പോകുന്നുണ്ട്, രാവിലത്തെ ഷോണോട്ട് മെമു ആണെന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ ഇന്നലെ നൈറ്റ് തീരെ ഉറങ്ങിയിട്ടില്ല. ഉള്ളത് പറയാലോ, എന്തെന്ന് വെച്ചാൽ എന്നെ അറിയാവുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ചെക്കപ്പൊക്കെ നടത്തുന്നത് വെല്ലൂരിലാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ കാട്ട്പാടി പോകുന്നത്, CMCയിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫുഡൊക്കെ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ടുപോകാനായതുകൊണ്ട് ചെക്കപ്പിന് പോകുന്നത് മനസ്സിലാക്കുമേ, അത് കണ്ട് മാത്രം. അപ്പോൾ ഫുഡൊക്കെ ഒരു ചെറിയ പൊതിച്ചോറ്, കുറേ നാളായിട്ട് ട്രെയിനിൽ പൊതിച്ചോറ് കഴിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ട്രെയിനിൽ എങ്ങനെ കഴിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ സംഘമിത്ര പോലായ തേഞ്ഞ്. പിന്നെ 6:10 ആകുമ്പോഴാണ് നമ്മൾ കാട്ട്പാടിയിലെത്തുന്നത്. അതിന് ശേഷമേ ഞം ഉള്ളൂ, എനിക്കെന്താ പറ്റുള്ളൂ. അപ്പം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പൊതിച്ചോറ് കഴിക്കാം, നല്ല മീൻ വറുത്തതും മോരും ചമ്മന്തി തോരനും ഒക്കെ ആയിട്ടുള്ളൊരു പൊതിച്ചോറ്. അപ്പം അതുകൊണ്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നല്ല അത്യാവശ്യം നല്ല ക്ഷീണമുണ്ട്. നോക്കാം, പറ്റിയ ഉറങ്ങാനില്ലെങ്കിൽ. സൺ കിസ്ഡ് നല്ല വെട്ടം. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സ്റ്റോപ്പ് വരുന്നത് ആലുവയാണ്. അതിനുശേഷം തൃശ്ശൂർ, പിന്നെ പാലക്കാട്. നമുക്ക് കേരളത്തിൽ ഈ 3 സ്റ്റോപ്പേ ടാറ്റാനഗറിന് വരുന്നുള്ളൂ. തമിഴ്നാട്ടിലോട്ട് കയറുമ്പോഴത്തേക്ക് നമുക്ക് കോണ്ടൂർ ഫസ്റ്റ് സ്റ്റോപ്പ് വരുന്നത് കോണ്ടൂരാണ്. ഇത് കോയമ്പത്തൂർ വരെയല്ല പോകുന്നത്. കോണ്ടൂർ, ദെൻ തിരുപ്പൂർ, ഈറോഡ്, സേലം, ജോലാർപേട്ട, കാട്ട്പാടി. അത് കഴിഞ്ഞ് കാട്ട്പാടിയാണ്. പിന്നെ അങ്ങോട്ട് കാട്ട്പാടി സ്റ്റേഷൻസ് ഉണ്ട്. ഇപ്പം 7:10 നമുക്ക് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ ടാറ്റാനഗർ എടുക്കുന്നത്. 6:10 ആകുമ്പോഴത്തേക്കും കാട്ട്പാടി ജംഗ്ഷനിൽ എത്തുന്നതാണ്. അങ്ങനെ നമ്മൾ എറണാകുളം ടൗൺ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ ടാറ്റാനഗർ എക്സ്പ്രസിന് എറണാകുളം ടു കാട്ട്പാടി ജംഗ്ഷൻ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് 349 രൂപയാണ്. എന്ത് മനോഹരമാണെന്നൊക്കെ, എന്ത് രസമാണ് കാണാനായിട്ട്. സത്യം പറഞ്ഞാൽ പകുതിയോളം കോച്ച് കാലിയാട്ടോ, ആരുമില്ല. ഞാൻ ചെക്ക് ചെയ്തപ്പം കോണ്ടൂർ വരെ കാലിയാണെന്നാണ് കാണിച്ചത്, അറിയില്ല. ഞാൻ കുറച്ചേ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മളത് ആരും അടുക്കാറായി, ആരും എത്തി. ഇവിടെ ജസ്റ്റ് 1 മിനിറ്റിൽ ഹോൾട്ടേ ഉള്ളേ. ആദ്യം കണ്ടപ്പോഴത്തേക്കും കുറച്ച് ആൾക്കാർ കയറിയിട്ടുണ്ട്, ജീവിച്ച് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ട്രെയിൻ ഹോൺ അടിച്ചിരിക്കുകയാണ്. ആലുവ സ്റ്റേഷനിൽ നിന്ന് എടുക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അങ്ങനെ പാലക്കാട് ജംഗ്ഷനിലാണ് ടിക്കറ്റ്, ലോക്കൽ ടിക്കറ്റ് എടുത്തിട്ട് ഇഷ്ടം പോലെ ആൾ കയറുന്നുണ്ട്. ചിലർ ബാത്റൂമിലൊക്കെ കയറി വരുന്നത്. അങ്ങനെ പാലക്കാട് ജംഗ്ഷനിൽ നമ്മുടെ വണ്ടി എടുത്തിട്ടുണ്ട്. ഇതേ നമ്മൾ ഇനി അടുത്ത് കോയമ്പത്തൂരല്ല കേട്ടോ, കോണ്ടൂരാണ്. ഇത് കോയമ്പത്തൂർ വഴിയല്ല പോകുന്നത്. നമുക്കിതിൽ നിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞാൻ
നവ്യാർ ബേക്കറിന്ന് വട്ടയപ്പം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വട്ടയപ്പമാണ്. ഉച്ചയ്ക്ക് നല്ല വിഭവ സമൃദ്ധമായ നമ്മൾ കാടിന് നടുക്കൂടാന്ന് തോന്നുന്നു കേട്ടോ പോകുന്നത്. ഈ കമ്പി ലൈനൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് പുല്ലൊക്കെ കരിയിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് മുമ്പ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക്. കാട്ടുതീ പിടിക്കാതിരിക്കാൻ വേണ്ടി കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഈ വരമ്പിലുള്ള മറ്റേ ഇതൊക്കെ കത്തിച്ച് കളയുന്നത്. നല്ല വെയില്, ഭയങ്കര വെയിൽ. ഇങ്ങനെ നോക്കി വീഡിയോ എടുക്കാൻ പറ്റണില്ല, ഭയങ്കര വെയില്. ഒരുപാട് പേര് ഇങ്ങനെ വരുന്നുണ്ട്. സോൺജി ഹായ് வெல்கம். ஐயோ பியூட்டி பேர் தானே? ஆமா. அதே ஐயோ போட்றாதீங்க, தயவு செய்து போட்றாதீங்க. ஓகே போடாதீங்க. சரி, உங்க பிளாக் பேர் என்ன பேரு? டிராவல் வித் ஹிருது. டிராவல் வித் ஹிருது. இப்போ எங்க போறீங்க? இப்போ காட்பாடி. எனக்கு கொஞ்சம் ஹெல்த் இஷ்யூ இருக்கு. அப்போ ஓ சரி சரி சரி, போயிட்டு வாங்க. நல்லா இருக்கும், நல்லா இருக்கும். ஆமா. சேனல் பேர் என்ன? டிராவல் வித் ஹிருது. കുറേ നേരമായിട്ട് വാളയാറിൽ തന്നെ പിടിച്ചിട്ടേക്കും. അതേ സോറി, വെയിൽ കാരണം ഞാൻ ഉറച്ചിട്ടേക്കാട്ടോ, അല്ലെങ്കിട്ടില്ല ഇവിടുന്ന്. അങ്ങനെ നമ്മുടെ ട്രെയിൻ ഫോൺ അടിച്ച് ഇപ്പൊ എടുക്കുമായിരിക്കും. എടുത്ത് ഇപ്പൊ നമുക്കിനി ഇവിടുന്ന് കോണ്ടൂരിലേക്ക് പോവാം. കോണ്ടൂർ എടുക്കാറായിട്ടോ. നമുക്ക് പാലക്കാട് ടു കോയമ്പത്തൂറുള്ള ഡിസ്റ്റൻസിനൊക്കെ കുറവാണ് പാലക്കാട് ടു കോണ്ടൂർ. എനിക്ക് നല്ല രസമല്ലേ കാറ്റ്, നല്ല തണുത്ത കാറ്റ്, വെയിൽ നല്ല ഒടുക്കത്ത വെയിലുമാണ്. പിടിച്ചിട്ടാ പോകുന്നത്. വാളയാർ പിടിച്ചിട്ടു, പിന്നെ ഇപ്പം ഒരിടത്ത് പിടിച്ചിട്ടു. എന്താണെന്നറിയില്ല. ചെറിയൊരു തിരുത്തല്ല. ഞാൻ കോണ്ടന്നൂരാണ്. നമ്മൾ കോണ്ടന്നൂർ എത്തിയേക്കാണ്. പക്ഷെ കോടന്നൂര്. ഇനി നമ്മുടെ ട്രെയിനിന്റെ അടുത്ത സ്റ്റോപ്പ് വരുന്നത് തിരുപ്പൂരാണ്. ദെൻ ഈറോഡ്, സേലം, ജോലാർപേട്ട ആൻഡ് കാട്ട്പാടി. ഇവിടുന്ന് അത്യാവശ്യം ആൾ കയറിയിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ കയറിയിട്ടുണ്ട്. നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഈ സീറ്റും ഇവിടെ ഫില്ലാവേണ്ട ആയിരുന്നു കോടന്നൂരിൽ നിന്ന്. ഞാൻ ചെക്ക് ചെയ്തപ്പം അങ്ങനെ കോടന്നൂർ വരെ വേക്കൻ്റ് ആണെന്നാണ് കാണിച്ചത്. അത് വന്നിട്ടില്ല, വിചാരിക്കും. ഇവിടെ ആള് അങ്ങനെ നമ്മുടെ ട്രെയിൻ എടുത്ത് കോടന്നൂരിൽ നിന്ന് നമ്മളിനിയും തിരുപ്പൂരിലേക്ക് പോവാണ്. തിരുപ്പൂരിലേക്ക് ഒരു അരമണിക്കൂർ യാത്രയാണുള്ളത്. ഉച്ചക്കത്തെ പൊതിച്ചോറ് നമ്മൾ തുറക്കാൻ പോവാണത്. എവിടെ നമ്മൾ തുടങ്ങണമെന്നൊരു പിടിയും കിട്ടുന്നില്ല. അയ്യോ മോരുണ്ട്. മോര് ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയാം. അപ്പം ഇത് മൊത്തം തീർത്തിട്ട് വരാവേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഇപ്പൊ തിരുപ്പൂര് വരാനായിട്ട് വെയിറ്റിലാണ്. ഇടലിനായിരുന്നു നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി വരുന്ന ഒരു പൊളിച്ചോറും രാവിലെ കൊണ്ടിട്ട് ഉച്ചയാകുമ്പോഴേക്കും സ്പീഡ് നോക്കി 98 100 എന്നുള്ള രീതിയിൽ തന്നെയാണ് കുറെ നേരമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷൻ എടുക്കാറായെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ലീപ്പർ മിക്കവാറും ജനറൽ ആവാനുള്ള എല്ലാ ചാൻസസും ഞാൻ കാണുന്നുണ്ട്. ആൾക്കാർ ഇറങ്ങുന്നുണ്ടോ? ടിക്കറ്റില്ല. ബെസ്റ്റ് കേസ് ടിറ്റി ഉണ്ട് നമുക്ക് എന്തായാലും. അതുപോലെ കംപ്ലൈന്റ് ചെയ്യാൻ പറ്റുന്ന നോക്കി ഇവിടെ വെറുതെ വന്നിരിക്കുകയാണ്. അവർക്ക് സീറ്റ് ഇല്ല. ഓരോന്ന് വണ്ടി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഈറോഡ് ജംഗ്ഷനാണ് വരുന്നത്. ഇവിടെ വാഷ് ബേസിനൊക്കെ അഴുക്കാക്കി ഇട്ടേക്കുവാണ്. ആ ഒരു വാഷ് ബേസിൻ അഴുക്കാക്കി വെള്ളം നിറഞ്ഞ് കെട്ടിക്കിടക്കുക. ഇതേ നമ്മൾ ഈറോഡ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ഫോൺ അടിച്ച് എനിക്ക് വണ്ടി എടുക്കാൻ പോവാം. ഇനി അടുത്ത
വരുന്ന സ്റ്റേഷൻ സേലമാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ റെയിൽവേ പോലീസ് വന്നിട്ട് ഈ ടിക്കറ്റ് എടുക്കാത്തവരെയൊക്കെ പിടിച്ചിട്ട് അവരുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവരെ അവിടുന്ന് കൊണ്ടുപോകുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അങ്ങനെ സേലത്തുനിന്ന് നമ്മുടെ വണ്ടി എടുത്തേക്കാണ്. ജസ്റ്റ് 2 മിനിറ്റ് പോയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ. രാവിലത്തെ ആ ഒരു തണുപ്പൊന്നും ഇപ്പൊ ഇല്ല. സേലം കഴിഞ്ഞ് തൊട്ടിപ്പുറത്തോട്ട് വന്നിട്ട് നമ്മൾ ട്രെയിൻ പിടിച്ചിട്ട് ഗൈസ്. എന്തിനു പിടിച്ചിട്ടെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. 9 മിനിറ്റ് ലേറ്റിൽ ഓടിക്കൊണ്ടിരുന്ന നമ്മുടെ ട്രെയിൻ 45 മിനിറ്റ് സക്സസ്ഫുള്ളി ലേറ്റ് ആണ്. വണ്ടി ഹോൺ അടിച്ചിട്ടുണ്ട്. ഇവിടെ സമൂസയൊക്കെ പോകുന്നു. പക്ഷെ നമ്മളത് വാങ്ങി കഴിക്കില്ല, കാരണം പാൻട്രി കൊള്ളില്ല. നമുക്ക് ചിക്കു കഴിക്കാം. നല്ല മധുരമുള്ള ചിക്കു. 107 സ്പീഡിലാണ് പോകുന്നത്. പൊടിയായിരുന്നോ പുകയായിരുന്നോ ഒരു പിടിയില്ല. ഭയങ്കരമായിട്ട് എന്തോ സംഭവം ഇങ്ങനെ മഞ്ഞ് പൊടി പോലെ പുക പോലെ പോകുന്നുണ്ടായിരുന്നു. പുകയുടെ സ്മെല്ലില്ലായിരുന്നു. പൊടിയാണോ എന്ന് പറഞ്ഞു. ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ട്. മുമ്പ് ട്രെയിൻ ഒന്ന് കത്തിയായിരുന്നു. അപ്പൊ ഞാനൊന്ന് വിചാരിച്ചു ഈശ്വര ട്രെയിൻ കത്തിയതാണോ എന്ന്. മലകളാണെന്ന് മേഘത്തിന്റെ നിഴല് കണ്ടിരിക്കുന്നുണ്ട്. ബൊമ്മടി റെയിൽവേ സ്റ്റേഷനായ ചില ചെന്നൈ മെയിലൊക്കെ ഉണ്ടല്ലോ, ചെന്നൈ മെയിലാണെന്ന് തോന്നുന്നു. ചില വണ്ടിക്ക് ഇവിടെ സ്റ്റോപ്പ് ഉണ്ട്. ഇവിടെ വാണിയമ്പാടി അങ്ങനെയൊക്കെയുള്ള ബൊമ്മടിയിലും വാണിയമ്പാടിയിലും ഒക്കെ സ്റ്റോപ്പ് ഉണ്ട്. ഇതിന് സ്റ്റോപ്പില്ല. ഇത് ജോലാർപേട്ട, പിന്നെ കാൽപ്പാടി. മുറിച്ച് ആ മലകളുടെ കാറിൻ്റെയൊക്കെ ഭംഗി രസമല്ലേ. ഇപ്പൊ ഒരു പുള്ളി പാൻട്രിയിൽ ഒരു പുള്ളി വെള്ളവും ചിപ്സും കൊണ്ട് പോയി. അപ്പൊ പുള്ളിനെ 1000 വട്ടം വിളിച്ചു. പുള്ളി കേട്ടില്ല. പുള്ളി അങ്ങ് പോയി. അപ്പം വേറൊരു പുള്ളി ഈ നിൽക്കുന്ന ചേട്ടൻ സമോസ വയ്ക്കുന്ന ചേട്ടൻ അപ്പം പുള്ളി വിളിച്ചപ്പോഴത്തേന് അയാൾ പോകാൻ പറഞ്ഞു പോയിട്ട് 2 കുപ്പി വെള്ളം കൊണ്ട് വന്നു. ഞാൻ പറഞ്ഞു വെള്ളമല്ല, എനിക്ക് ചിപ്സ് ആയിരുന്നു വേണ്ടത്. ആ ചിപ്സ് ഇല്ലെന്ന് പറഞ്ഞിട്ട് അയാൾ പോയിട്ട്. എന്ത് മനുഷ്യരെ ഇത്, ഇവര് വിൽക്കാൻ തന്നെയല്ലേ അത് കൊണ്ട് നടക്കുന്നത്. ഇത് 30 രൂപ, ഇത് 60 രൂപ. മറ്റേ പഴയ ഫോൺ ഉണ്ടല്ലോ, തൂർമ്മച്ചാലി പണ്ടത്തെ ഗെയിം. ഞാൻ ഒരുപാട് മേടിച്ച് കളിച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ തൂർമ്മച്ചാലേ ഫോൺ. നമ്മൾ ആക്ച്വലി 45 മിനിറ്റ് ലേറ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ ജോലാർപേട്ട എത്താറായപ്പോഴത്തേക്കും ബിഫോർ ടൈമാണ്. ജോലാർപേട്ടയിൽ 4:53 എത്തേണ്ട ടൈം. ഇപ്പം 4:20 ആയിട്ടേ ഉള്ളൂ. 4:25 ആകുമ്പം ജോലാർപേട്ട എത്തും എന്നാണ് കാണിക്കുന്നത്. ചിലപ്പോൾ അതിനു മുമ്പ് പിടിച്ചിടുമായിരിക്കാം, ചിലപ്പം സ്റ്റേഷനിൽ കൊണ്ട് പിടിച്ചിട്ടായിരിക്കും. എന്നാൽ ഈ വ്യൂ അതൊരു 1.5 വ്യൂ തന്നെ. ജോലാർപേട്ട. ഇതിന് ശേഷം അടുത്തത് വരുന്നത് നമ്മുടെ കാട്പാടി ജംഗ്ഷനാണ്. ഇവിടെ എന്തായാലും ഒരു 10-15 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ടാകാണ്. നമ്മൾ ബിഫോർ ടൈമാണ് വന്നത്. 4:27 ആയിട്ടേ ഉള്ളൂ. 4:53 വണ്ടി ഇവിടെ വരേണ്ടത്. എന്തായാലും 4:55 ആവാതെ വിടത്തില്ല. വെള്ളം നിറയ്ക്കുന്നുണ്ട്. എറണാകുളം ടാറ്റാനഗർ. നോയിക്ക് ആ വണ്ടിയുടെ പോലും നോയിക്ക്. എന്റെ പൊന്നി, പാൻട്രി ഉണ്ടോ? തീരെ വൃത്തിയില്ല പാൻട്രിക്ക്. അവിടുന്ന് വരുന്നതിനും അതെ, ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതിനും അതെ. അങ്ങനെ അവസാനം നമ്മുടെ ട്രെയിനിന്റെ ജോലാർപേട്ടയിൽ നടത്തിയിരിക്കുകയാണ്. അടുത്ത സ്റ്റോപ്പിൽ നമ്മൾ ഇറങ്ങും. പെട്ടെന്ന് നിർത്തിയിരുന്നെങ്കിൽ എനിക്ക് വാഷ്റൂം പോകണമെങ്കിൽ അത് വാഷ്റൂം പോകാൻ വയ്യ. അമ്മാതിരി സ്മെല്ല്. നിങ്ങൾ ചോദിക്കും ടാറ്റാനഗറിൽ പോകുന്ന വണ്ടിയല്ലേ, നോക്കി കണ്ട ടിക്കറ്റ് എടുത്തുകൂടായിരുന്നു എന്ന്. നമ്മളെല്ലാ വണ്ടിയും റിവ്യൂ ചെയ്യണമല്ലോ. പിന്നെ സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ എനിക്കിന്ന് വൈകിട്ട് തന്നെ എത്തണം. ഇപ്പോൾ ഒരു 10-12 മണിക്കൂർ ട്രാവൽ ഉണ്ട്. അപ്പോൾ ഞാൻ ഇനിയും ലേറ്റ് ആയിട്ടുള്ള ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ പാതിരാത്രിക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് റെസ്റ്റ് എടുത്തിട്ട് ടെസ്റ്റിന് പോകാൻ പറ്റില്ല. അപ്പം ഇതാകുമ്പോഴത്തേക്കും ഒരു 6 മണി 7 മണി ഓക്കെ കൂടിപ്പോയ 7 മണി ആകുമ്പോഴാണെങ്കിലും എത്തിയിട്ട് റൂമിലെത്തിക്കഴിഞ്ഞാൽ എനിക്ക് റെസ്റ്റ് എടുക്കാം. അത്യാവശ്യം റെസ്റ്റ് എടുക്കാം, വെള്ളം കുടിക്കാം, എൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കും. എന്നിട്ട് നാളെ രാവിലെ എണീറ്റ് ഫ്രഷ് ആയിട്ട് പോയാൽ മതി. പക്ഷെ അല്ലാതെ ആണെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ എൻ്റെ ടെസ്റ്റിൽ വേരിയേഷൻസ് ഉണ്ടാവും. ട്രാവൽ ചെയ്ത് വരുന്നതല്ലേ, അപ്പം വേരിയേഷൻസ് ഉണ്ടാവും. ജോലാർപേട്ട കഴിഞ്ഞിട്ടോ. അതുകൊണ്ടാണ് ഞാൻ മോർണിംഗ് ട്രെയിൻ എടുത്തത്.
നല്ല സ്പീഡിലാണ് പോകുന്നത്. ഇതിനിടയിൽ നോക്കിയാൽ കണ്ടോ, പാൻപരാഗിന്റെ കവറെല്ലാം കുത്തിക്കെട്ടി വെച്ചേക്കാണ് അതിൽ. അങ്ങനെ നമ്മുടെ ട്രെയിൻ ഒരു 5 മിനിറ്റത്തെ ഹോൾട്ടിന് ശേഷം ഏതോ കാട്ടിൽ നിന്ന് നമ്മുടെ കാട്ട്പാടി റെയിൽവേ സ്റ്റേഷൻ അടുത്തോട്ട് പൊക്കോണ്ടിരിക്കുകയാണേ. ഒരു 3 കിലോമീറ്ററും കൂടെ ഉള്ളൂ. നമ്മളങ്ങനെ കാട്ട്പാടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയേക്കാണ്. ആളുണ്ടോ? ഫുഡ് കൊണ്ടുവരുന്ന ഭയങ്കര ശല്യം കേട്ടോ. ഇറങ്ങാൻ സമ്മതിക്കത്തില്ല, വലിഞ്ഞങ്ങ് കേറുകയാന്നേ. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ചെറിയൊരു യാത്ര എറണാകുളത്ത് നിന്ന് കാട്ട്പാടി വരയ്ക്കും. ആക്ച്വലി ട്രെയിനെ പറ്റി പറയുകയാണെങ്കിൽ ട്രെയിനിന്റെ സ്പീഡ് വെച്ച് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് എത്തണമെങ്കിൽ ഈ ട്രെയിൻ നല്ലതാണ്. ബാക്കി ഒരു കാര്യത്തിലും ഈ ട്രെയിൻ കൊള്ളൂല. പിന്നെ വൃത്തിയുടെ കാര്യം പറയാനാണെങ്കിൽ കയറുമ്പോൾ തന്നെ സംഗമിത്രയുടെ അത്രയും വൃത്തികേടല്ലെങ്കിൽ പോലും കയറുമ്പോൾ തന്നെ ഒന്നും വൃത്തിയില്ല. നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്താൽ 2-3 വട്ടം കംപ്ലൈൻറ്റ് ചെയ്യുന്നതിൻ്റെയൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒരുപാട് ജനറൽ ടിക്കറ്റ് എടുത്ത ആൾക്കാർ വന്ന് കയറിയിരിക്കുന്നുണ്ട്. ടി പോലീസൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. എന്നാലും ഇവന്മാർ വാഷ്റൂമിലും ഒക്കെ കയറി ഒളിച്ചിരുന്നിട്ട് അവർ പോകുമ്പോഴത്തേക്ക് വരും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ചെറിയൊരു വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും